ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊക്കെ പോയിട്ട് കാണണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? കൂട്ടുകാരൊക്കെ ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പോയിട്ട് കാണാം, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്നുള്ളതാണ്. അഥവാ ആദ്യത്തേത് ഒരു കോംപ്രിഹെൻഷൻ സെക്ഷൻ ആണല്ലേ. നമുക്കറിയാം മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എല്ലാം വരുന്നത് ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തേത് വായിച്ചു നോക്കാം. പ്രകൃതി മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. പർവ്വതങ്ങൾ, നദികൾ, പക്ഷികൾ, പൂക്കൾ ഇവയെല്ലാം ചേർന്നാണ് പ്രകൃതിയുടെ മനോഹര ലോകം രൂപപ്പെടുന്നത്. കാലത്തെ ആശ്രയിച്ചു മാറുന്ന ആകാശത്തിൻ്റെ നിറങ്ങളും കാറ്റിൻ്റെ സ്പർശവും മഴത്തുള്ളികളുടെ തണുപ്പും നമ്മെ പുതുമയോടെ നിറക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം മനുഷ്യൻ്റെ മനസ്സിനെ ശാന്തമാക്കുകയും സന്തോഷം പകരുകയും ചെയ്യുന്നു. മരങ്ങൾ നമുക്ക് ശ്വസിക്കാനാവശ്യമായ ശുദ്ധവായു നൽകുന്നു. നദികളും മഴയും ഭൂമിയെ സമൃദ്ധമാക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു സ്നേഹബന്ധം നിലനിർത്തുമ്പോൾ ജീവിതം കൂടുതൽ സമതുലിതവും ശാന്തവുമാകും. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഓരോരുത്തരുടെയും കടമയാണ്, കാരണം അതുകൂടാതെ മനുഷ്യജീവിതം പൂർണ്ണമല്ല. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഖണ്ഡിക എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രകൃതി എന്തൊക്കെ ചേർന്നാണ് രൂപപ്പെടുന്നത്? എന്തൊക്കെ ചേർന്നാണെന്നാണ് അവിടെ പറയുന്നത്? പർവ്വതങ്ങള്, നദികള്, കാടുകള്, പക്ഷികള്, പൂക്കള് എന്നിവ ചേർന്നാണ് പ്രകൃതി രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, പക്ഷികൾ, പൂക്കൾ എന്നിവ ചേർന്നാണ് പ്രകൃതി രൂപപ്പെടുന്നത് എന്ന് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, പ്രകൃതി മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു? എങ്ങനെയാണ്? പ്രകൃതി മനസ്സിനെ ശാന്തമാക്കുകയും സന്തോഷം പകരുകയും ചെയ്യുന്നു. നമുക്ക് വളരെ ടെൻഷനായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും. 3, മരങ്ങൾ മനുഷ്യർക്ക് എന്താണ് നൽകുന്നത്? എന്താ നൽകുന്നത്? ശുദ്ധമായ വായുവാണ് നൽകുന്നത്. ശുദ്ധമായ വായു നൽകുന്നു. 4ാമത്തെ ചോദ്യം, ഭൂമിയെ സമൃദ്ധമാക്കുന്നത് എന്തൊക്കെയാണ്? നദികളും മഴയുമാണ് ഭൂമിയെ സമൃദ്ധമാക്കുന്നത്. ഇനി പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്? എന്തുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്? പ്രകൃതി ഇല്ലാതെ മനുഷ്യജീവിതം പൂർണ്ണമല്ലാത്തതിനാൽ. പ്രകൃതി ഇല്ല എങ്കിൽ മനുഷ്യൻ്റെ ജീവിതമില്ല. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം രണ്ടാമത്തേതാണ്. കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ചു വളർത്തുന്ന ഒരു കുഞ്ഞുമീനും കഥാപാത്രങ്ങളായ മീനും ഞാനും കൊച്ചു സിനിമ നമ്മളോട് എന്തെല്ലാം പറയുന്നുണ്ട്? സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ. കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. ഇറാനിയ സംവിധായകൻ ബാബക് ഹബീബ് ബിഫയർ കഥയൊരുക്കുകയും സംവിധാനം ചെയ്യുകയും സ്വയം അഭിനയിക്കുകയും ചെയ്ത ചിത്രമാണ് ഫിഷ് ആൻഡ് ഐ. കാഴ്ച പരിമിതിയുള്ള മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട സ്വർണ്ണ മത്സ്യത്തെ രക്ഷിക്കാനായി നടത്തുന്ന അക്ഷീണമായ ശ്രമം അതീവ ഹൃദയസ്പർശിയായി ഈ സിനിമ അവതരിപ്പിക്കുന്നു. കളിക്കൂട്ടുന്ന കുഞ്ഞുമീനുകളെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? നിറങ്ങളുടെ ജാലകമായി തെളിഞ്ഞു നിൽക്കുന്ന ആ ചെറിയ ജീവികൾ നമ്മുടെ ഗ്ലാസ് പാത്രങ്ങളിൽ പലപ്പോഴും വളരാറില്ലേ? കാഴ്ച നിരാശമുള്ള ഒരാളും അവൻ്റെ സ്വർണ്ണ മത്സ്യവും തമ്മിൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ചേതാബന്ധമാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആധാരം. ചായയൊരുക്കാൻ അടുക്കളയിൽ തിരക്കിലായിരിക്കെ എളിയ കാഴ്ചയുള്ള ആ മനുഷ്യൻ്റെ പക്കൽ വെച്ചിരുന്ന ജലപാത്രം അബദ്ധത്തിൽ നിലത്ത് വീണ് തകർന്നു പോകുന്നത്. ജീവൻ വറ്റിപ്പോയ നിലയിൽ പടർന്നു കിടക്കുന്ന മീനിനെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അയാൾ ആശങ്കപ്പെടുന്നു. വെള്ളത്തോടൊപ്പം മീൻ ഒഴുകിപ്പോകാനുള്ള ഒരു പൈപ്പിൻ്റെ ദ്വാരം കണ്ടെത്തി തൻ്റെ ഷർട്ടിൻ്റെ ഭാഗം ഉപയോഗിച്ച് അത് അടച്ച് രക്ഷാശ്രമം ആരംഭിക്കുന്നു. തറയിൽ വെള്ളം നിറച്ച് മീനിന് ജീവൻ നൽകാൻ അയാൾ കഴിയുന്നത്ര വേഗത്തിൽ പണിപെടുന്നു. ഒരു ജീവനെ രക്ഷിക്കാനുള്ള ആവേശവും ഭയവും ചേർന്ന വികാരങ്ങൾ അവൻ്റെ മുഖത്തു തെളിയുന്നു. മീൻ ജീവിക്കാൻ മതിയാകാത്തത്ര വെള്ളം മാത്രമേ നിലത്ത് ഉണ്ടായിരുന്നുള്ളൂ. നിരവധി ശ്രമങ്ങൾക്കൊടുവിൽ ക്ഷീണിച്ചും നിരാശനുമായാണ് അയാൾ ഇരിക്കുമ്പോൾ അത്ഭുതകരമായി ചെറിയ മത്സ്യം അവൻ്റെ കൈക്കുള്ളിലേക്ക് പതുക്കെ നീന്തിയെത്തുന്നു.
ആശ്വാസവും സന്തോഷവും നിറഞ്ഞ ആ നിമിഷം മനുഷ്യനും മീനുമുള്ള അനിശ്ചിതമായ ബന്ധത്തിൻ്റെ തെളിവാണ്. തൻ്റെ ജീവിതമൊട്ടുക്കും ആ മത്സ്യത്തെ എത്ര മനസ്സോടെ പരിരക്ഷിക്കണം എന്നത് ഇതിലൂടെ തെളിയും. പ്രകൃതിയോടും അതിലെ ജീവികളോടും നമ്മൾ കാണിക്കുന്ന സ്നേഹവും കരുതലും അതിൻ്റെ സമൃദ്ധിയുമായി തിരിച്ചു കിട്ടുമെന്നത് ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വലിയ സാങ്കേതിക വൈഭവമൊന്നുമില്ലാതെ ചെറിയ അടുക്കളയിൽ കുറഞ്ഞ ഷോട്ടുകൾ കൊണ്ട് സിനിമ പകർത്തിയിരിക്കുന്നു. അതിൻ്റെ ലാളിത്യത്തിലാണ് ഈ ചിത്രത്തിൻ്റെ ശക്തി. കറുപ്പ് വെളുപ്പ് നിറങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്ന് കഥയുടെ ഭാവചൈതന്യം കൂടുതൽ ശക്തമാവുന്നു. ഒരു വാക്കുപോലും പറഞ്ഞില്ലെങ്കിലും ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്ന് ഇത് മനസ്സിലാക്കി തരുന്നു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നവരാണെന്നും അവർക്കെല്ലാം ഇവിടെ തുല്യ അവകാശമുണ്ടെന്നും ഈ ഹ്രസ്വചിത്രം നിശബ്ദമായി പ്രഖ്യാപിക്കുന്നു. കാഴ്ചയില്ലാത്ത ഒരാളുടെ ഹൃദയത്തിൽ വളർന്ന കരുതലിൻ്റെ കഥയെ ബാബക് ഹബീബിഫർ അത്യന്തം മനോഹരമായി സിനിമയാക്കിയിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ഇത്രയും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഉത്തരം കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇത് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു പാഠഭാഗം വായിച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ നിങ്ങൾക്ക് അര പേജ് എഴുതണോ ഒരു പേജ് എഴുതണോ എന്നുള്ളത് ചിലപ്പോൾ മെൻഷൻ ചെയ്യും. 5 മാർക്കോ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു പേജിൻ്റെ അത്രയൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. മൂന്നാമത്തത്, മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഒരു യാത്രാനുഭവത്തെക്കുറിച്ച് യാത്രാ വിവരണം തയ്യാറാക്കുക. അപ്പോൾ യാത്രാ വിവരണം എന്തായാലും അധികവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അനുഭവക്കുറിപ്പ് എഴുതാനൊക്കെ വരാം. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ മനസ്സിലാക്കുക. ഇവിടെ മൂന്നാറിലെ ഒരു പുലരിയുടെ മായാജാലം എന്നുള്ള ഒരു യാത്രാ വിവരണമാണ് തന്നിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് മൂന്നാറിലേക്കുള്ള യാത്ര. പുലർച്ചെ 5 മണിയോടെ ഞങ്ങൾ യാത്ര തുടങ്ങി. നഗരത്തിന് കലകലപ്പ് പിന്നിലാക്കി മുന്നോട്ട് പോയപ്പോൾ വഴിയരികിലെ മരങ്ങളും പുലരിയും യാത്രയെ ഒരു പുതുമയിലേക്ക് നയിച്ചു. പടിഞ്ഞാറൻ കാറ്റിൻ്റെ തണുപ്പ് തൊലിയിൽ തഴുകിയപ്പോൾ മനസ്സ് വിസ്മയത്തോടെ നിറഞ്ഞു. മൂന്നാറിലേക്കുള്ള വളവുകളുള്ള പാതകൾ കയറുമ്പോൾ ദൂരെയായി പച്ചപ്പർവ്വതങ്ങൾ മഞ്ഞു മൂടി നിൽക്കുന്ന കാഴ്ച കണ്ണിന് മുന്നിൽ തുറന്നു. എല്ലായിടത്തും തോട്ടുകളുടെ പച്ചപ്പാണ് കേട്ടോ. പച്ചപ്പ്, കാറ്റിൽ തിരയുന്ന ചായലുകൾ സൂര്യപ്രഭയിൽ തിളങ്ങുന്നത് ഒരു പച്ചക്കടൽ പോലെ തോന്നി. ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിൽ വാഹനം നിർത്തി താഴേക്ക് നോക്കിയപ്പോൾ മൂടൽ മഞ്ഞ് മാറി താഴ്വര മുഴുവൻ തെളിഞ്ഞു. ആ നിമിഷം മനസ്സിൽ ഒരു തരം ശാന്തത പടർന്നു. പ്രകൃതിയുടെ ആ മഹത്വം നമ്മെ എത്ര ചെറുതാണെന്ന് ഓർമ്മിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ അട്ടുകാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തി. വെള്ളത്തിൻ്റെ ഗർജനവും അതിൻ്റെ തണുത്ത തുള്ളികൾ മുഖത്തടിക്കുന്ന അനുഭവം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ചെറിയൊരു സമയം അവിടെ ചെലവഴിച്ചപ്പോൾ യാത്രയുടെ തളർച്ച പോലും മറന്നു. ആ യാത്ര എന്നെ പഠിപ്പിച്ചത് യാത്രകൾ സ്ഥലങ്ങൾ കാണുന്നതിലല്ല, നിമിഷങ്ങളെ അനുഭവിക്കുന്നതിനും മനസ്സിനെ പുതുക്കുന്നതിനുമാണ്. മുമ്പിലേക്കുള്ള ദിവസങ്ങൾ ഈ മൂന്നാർ യാത്ര എൻ്റെ മനസ്സിൽ ഒരു മനോഹരമായ ചിത്രപടം പോലെ എന്നും നിലനിൽക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ള സ്കൂളിൽ നിന്ന് പോയിട്ടുള്ള യാത്രയോ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള യാത്രയോ ആ ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കുന്നത്. ഇനി നമുക്ക് നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൂടെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.